ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത് രാഹുൽ മാങ്കൂട്ടലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് നാളെ കോടതിയുടെ വിധിയുണ്ടാകും എന്നുള്ളതാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ തിരുവനന്തപുരം സെഷൻസ് കോടതി തീരുമാനമെടുത്തിരിക്കുന്നു. നാളെയാണ് ഈ വിധി ഉണ്ടാവുക. ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ കോടതി വിശദമായി പരിശോധിക്കുന്നു. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വാദം കോടതിയിൽ പൂർത്തിയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വിധി പറയുന്ന കാര്യം സംബന്ധിച്ച വിവരം കൂടി പുറത്തുവരുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹർജിയിൽ വിശദമായിട്ടുള്ള വാദം കേട്ട ശേഷം നാളെ കൂടി ഇക്കാര്യത്തിൽ വാദം കേൾക്കാനാണ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം സെഷൻസ് കോടതി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോടതി തന്നെ പുറത്തു വന്നിരിക്കുന്ന കേസ് ഹിസ്റ്ററി ടൈം ലൈനിൽ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ റിലൈഡ് അപ്പോൺ സം മെറ്റീരിയൽസ് നോട്ട് പ്രൊഡ്യൂസ്ഡ്. അതായത് നിലവിൽ ഇപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ചില കാര്യങ്ങൾ കൂടി സമർപ്പിക്കാനുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഫോർ പ്രൊഡക്ഷൻ ഓഫ് അഡീഷണൽ മെറ്റീരിയൽസ് ആൻഡ് ഫർദർ ഹിയറിംഗ്, തുടർവാദങ്ങൾ കേൾക്കാനും ഇത്തരം കാര്യങ്ങൾ സമർപ്പിക്കാനും വേണ്ടി നാളത്തേക്ക് കേസ് മാറ്റി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല നോട്ട് ടു അറസ്റ്റ് കാര്യത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതും അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായി മാറുന്നുണ്ട്. ഏതായാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വിധി ഇന്ന് തന്നെ വരും എന്നുള്ളൊരു ചില സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അതിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. വിശദമായ വാദം കേട്ടു. പ്രോസിക്യൂഷന് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ രേഖകൾ കോടതിയിൽ ഹാജരാക്കാനുണ്ട്. പ്രത്യേകിച്ച് ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ടാണ് ചില വാദങ്ങൾ, ചില രേഖകൾ അടക്കമുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനുള്ളത്. ഇതടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് ഫർദർ ഹിയറിംഗ്, ബാക്കിയുള്ള വാദങ്ങൾക്കും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കുമായി, അതായത് ഈ പ്രോസിക്യൂഷന് അവരുടെ പക്കലുള്ള തെളിവുകൾ, ചില രേഖകളടക്കം ഹാജരാക്കാൻ വേണ്ടി നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു. അതേസമയം നോട്ട് ടു അറസ്റ്റ് എന്നുള്ള കാര്യം കൊടുത്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള കാര്യം കൊടുത്തിട്ടില്ല. നാളെ ഈ കേസ് വീണ്ടും പരിഗണിക്കും. അതിനുശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഉന്മേഷ്. ഷഫീദ്, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കാനുള്ളത്? ഇപ്പോൾ പ്രോസിക്യൂഷന് കൂടുതൽ തെളിവുകൾ, രേഖകൾ ഹാജരാക്കാനുള്ള സമയം കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വാദം പൂർത്തിയായത് നമ്മുടെ മുൻപിലുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ പുതിയ വിവരങ്ങൾ എന്നാണ് കരുതേണ്ടത് ഷഫീദ്? ഉന്മേഷ്, വളരെ വിശദമായിട്ടുള്ള വാദമാണ് ഈ സെഷൻസ് കോടതിയിൽ നടന്നത്. പ്രത്യേകിച്ച് പ്രോസിക്യൂഷനും അതേപോലെ തന്നെ പ്രതിഭാഗത്തിനും കൃത്യമായ വാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് അവർ പറയുന്നത് ഭ്രൂണഹത്യ അടക്കം തെളിയിക്കാൻ ഞങ്ങൾക്ക് ചില തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല പീഡനം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. മാത്രമല്ല പെൺകുട്ടി കടന്നുപോയിട്ടുള്ള മാനസികാവസ്ഥ, അതിജീവിത കടന്നുപോയിട്ടുള്ള മാനസികാവസ്ഥ പരിശോധിക്കണം. ഈ പ്രതി എന്ന് പറയപ്പെടുന്നയാൾ അന്വേഷണവുമായി ഒരു വിധത്തിലും ഒരു ഘട്ടത്തിലും സഹകരിച്ചിട്ടില്ല. ഇയാൾ സംസ്ഥാനത്തിന് പുറത്തുപോയി ഒളിവിൽ കഴിയുകയാണ്. ഈ സാഹചര്യത്തിൽ ഇയാൾക്ക് ജാമ്യം അനുവദിച്ചാൽ അത് വലിയ കുഴപ്പത്തിലേക്ക് നയിക്കും. പ്രത്യേകിച്ച് തെളിവ് ശേഖരണം തടസ്സപ്പെടുത്തും, തെളിവ് നശിപ്പിക്കൽ ഉണ്ടാകും, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ പറയുമ്പോൾ പ്രതിഭാഗം അഭിഭാഷകനായി ഹാജരായിട്ടുള്ള ശാസ്ത്രമംഗലം അജിത് കുമാർ പറഞ്ഞത് പ്രതി ഏത് തരത്തിലുള്ള അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്. മാത്രമല്ല ഇക്കാര്യത്തിലൊക്കെ ചില സംശയങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സീൽഡ് കവറിൽ ചില വിവരങ്ങൾ ഞങ്ങൾ ഹാജരാക്കിയിട്ടുള്ളത്. അക്കാര്യമൊക്കെ പരിശോധിക്കണമെന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അത് മാത്രമല്ല ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഇവിടെ എങ്ങനെയാണ് പീഡനം നിലനിൽക്കുന്നത്, അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ തടയാൻ കഴിയുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം ഉന്നയിച്ചെങ്കിലും അപ്പോഴാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ തെളിവുകൾ തീർന്നിട്ടില്ല, ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട്, അതിലേക്ക് ഞങ്ങൾ പോകും, അതിനുവേണ്ടി സമയം അനുവദിക്കണമെന്നുള്ള പ്രോസിക്യൂഷന്റെ അത് പരിഗണിച്ചുകൊണ്ടാണ് നാളത്തേക്ക് കേസ് വീണ്ടും പരിഗണിക്കാൻ കോടതി മാറ്റിയിട്ടുള്ളത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ കേസ് കേൾക്കുന്നത്. ഉന്മേഷ്, പ്രോസിക്യൂഷൻ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ തെളിവുകളാണ് കൈമാറിയത് ഷഫീദ്? ഈ അധിക രേഖയായി ഇനി സമർപ്പിക്കാനുള്ളത് എന്തായിരിക്കും? അത് സ്വാഭാവികമായും ഈ ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ടും ബലാത്സംഗവുമായി ബന്ധപ്പെട്ടും നിലവിൽ ഇപ്പോൾ ഇവർ ഇവർ കളക്ട് ചെയ്തിരിക്കുന്ന എവിഡൻസിന്റെ കൂടുതൽ വിവരങ്ങളായിരിക്കും. കാരണം ഒരു മണിക്കൂറിലധികമാണ് അടച്ചിട്ട മുറിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദപ്രതിവാദം നടന്നത്. ആ ഘട്ടങ്ങളിലൊക്കെ പ്രോസിക്യൂഷനും അതേപോലെ ഡിഫൻസും ഒരേ അർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും തിരിച്ചടിക്കുകയുമായിരുന്നു. മാത്രമല്ല ഇക്കാര്യത്തിൽ ഇവരും സീൽഡ് കവറിൽ ചില രേഖകൾ അത് ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളടക്കം പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനമെന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഭ്രൂണഹത്യ അല്ലെങ്കിൽ അബോർഷൻ നടത്താൻ വേണ്ടി അവരായി ചില കാര്യങ്ങൾ നീക്കം നടത്തിയെന്നൊക്കെയുള്ള തെളിയിക്കുന്ന രേഖകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കൈമാറിയതായിട്ടാണ് വിവരം. എന്നാൽ അപ്പോഴും പ്രോസിക്യൂഷൻ വാദിച്ചത് ഭ്രൂണഹത്യ എന്നുള്ളത് അശാസ്ത്രീയമായ ഭ്രൂണഹത്യ അല്ലെങ്കിൽ നിർബന്ധിത ഭ്രൂണഹത്യ നടന്നു എന്ന് തെളിയിക്കുന്ന വാട്സപ്പ് രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ നിർത്തിയായിരുന്നു പ്രോസിക്യൂഷന്റെ ഇക്കാര്യത്തിലെ വാദം. മാത്രമല്ല ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ ഇക്കാര്യത്തിൽ ആവശ്യമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇനി അതിനൊക്കെ അപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ പറയുന്നത് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് പറഞ്ഞത് ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ്. അത് തെളിയിക്കുന്ന ഒരു പരാതി ഇന്നലെ വന്നു. ആ പരാതി സംസ്ഥാന പോലീസ് മേധാവി
ഇന്ന് പ്രത്യേക സംഘത്തിന്, അതായത് അതിജീവിതയുടെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് കൈമാറി എന്നൊക്കെയുള്ള വിവരങ്ങൾ അവർ പറഞ്ഞിരുന്നു. സ്വാഭാവികമായും പ്രോസിക്യൂഷന്റെ ആ വാദങ്ങൾ കോടതി പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടുകൂടിയാണ് അടുത്ത ദിവസത്തേക്ക് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി പ്രോസിക്യൂഷന് സമയം അനുവദിച്ചിട്ടുള്ളത്. ഉന്മേഷ്, ഈ അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതല്ലേ ഷഫീദ്? സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചും പ്രോസിക്യൂഷനെ സംബന്ധിച്ചും നാളെ ഈ കേസ് പരിഗണിക്കും വരെ അതിൽ കൃത്യമായി പറയുന്നുണ്ട്, നാളെ 4-ാം തീയതി ഈ കേസ് പരിഗണിക്കുന്നവരെ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് പാടില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഫയലിൽ സ്വീകരിച്ച് അതിന്മേൽ വാദം നടന്നു എന്നതിനപ്പുറത്തേക്ക് കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ നാളെ വീണ്ടും വാദം നടക്കുന്നതിന് ശേഷം ഒരുപക്ഷെ അറസ്റ്റ് തടഞ്ഞുള്ള ഒരു ഉത്തരവ് ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നേക്കാം, വന്നാൽ തന്നെ അങ്ങനെ വന്നേക്കാം. പക്ഷേ ഈ സമയം വരെ, ഇപ്പോൾ ഈ പുതിയ ഉത്തരവ് വന്ന് നാളത്തേക്ക് ഈ കേസ് പോസ്റ്റ്പോൺ ചെയ്യുന്നവരെ ഏതെങ്കിലും തരത്തിൽ നോട്ട് ടു അറസ്റ്റ് എന്നൊരു നീക്കത്തിലേക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടില്ല. പോലീസിനെ സംബന്ധിച്ച് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ സാങ്കേതികമായോ നിയമപരമായോ ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകില്ല. ഷഫീദ്, ഇപ്പോൾ ഈ പുതുതായൊരു പരാതി കൂടി കിട്ടിയിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിക്കുന്നുണ്ടല്ലോ കോടതിയെ. ആ പരാതിയുടെ വിശദാംശങ്ങൾ ഇന്നലെ പുറത്തു വന്നതാണ്. ആ പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുക്കൽ അതുപോലെ എന്തെങ്കിലും നടപടികൾ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരുടെ പരാതി അവർ നേരിട്ട് നൽകുന്നുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള വിവരങ്ങൾ ഇതിനോടകം ഈ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ഒക്കെ കോടതി അറിയിച്ചിട്ടുണ്ടോ ഷഫീദ്? ഉന്മേഷ്, ഈ വാദം നടക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിച്ചൊരു വാദം, ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, അത് തെളിയിക്കുന്ന ഒരു പരാതി കഴിഞ്ഞ ദിവസവും പോലീസിന് കിട്ടി, അതല്ലെങ്കിൽ ഇന്ന് പോലീസിന് കിട്ടി, ഇതേ അന്വേഷണ സംഘത്തിന് കിട്ടി എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ആന്റിസിപ്പേറ്ററി തടയാനുള്ള ഒരു പ്രധാന തടസ്സമായി അവർ അത് ഉന്നയിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ നാളത്തെ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചൊക്കെ വളരെ ലാഷിയായി കോടതിയിൽ വാദം നടക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന അനുസരിച്ച് ആ പരാതി, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ പരാതി, അത് ഗൗരവത്തിൽ അന്വേഷണ സംഘം കാണുന്നുണ്ട്. ആ പെൺകുട്ടിയെ, അതായത് 23 വയസ്സുള്ള ഇന്നലെ പരാതി ഉന്നയിച്ച KPCC പ്രസിഡന്റിന് പരാതി അയച്ചിട്ടുള്ള പെൺകുട്ടിയെ അന്വേഷണ സംഘം തന്നെ SIT തന്നെ അങ്ങോട്ടേക്ക് സമീപിക്കും അവരുടെ മൊഴിയെടുക്കാൻ വേണ്ടി. അത് ഒരു പക്ഷേ അവരുടെ മൊഴി രേഖപ്പെടുത്തലടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടന്നാൽ നാളെയോ മറ്റന്നാളോ അതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിലേക്ക് കൊണ്ടുവരികയും അതുകൂടി ഇതിനകത്തേക്ക് ഇൻബിൽട്ട് ചെയ്യാനുള്ള ശ്രമവും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇപ്പോൾ തന്നെ അവർ പരമാവധി തെളിവുകൾ സമർപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കൂടുതൽ തെളിവുകൾ ഇതിന്റെ ഭാഗമായി നാളെ സമർപ്പിക്കും. അത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ബലാത്സംഗം സ്ഥിരീകരിക്കുന്ന, അല്ലെങ്കിൽ ബലാത്സംഗം നടന്നുവെന്ന് ഉറപ്പാക്കുന്ന, അതല്ലെങ്കിൽ ഈ അവർ ഗർഭിണിയായിരിക്കുന്ന സമയത്തും പീഡനം നടന്നു എന്നൊക്കെ ഉറപ്പിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകളായിരിക്കും പ്രോസിക്യൂഷൻ നാളെ കോടതിയിൽ ഹാജരാക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.